ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് തിരുവനന്തപുരം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റിജു കോലിയക്കോട്. സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ ഓണം വാരാഘോഷത്തോടനുബന്ധിച്ച് മന്ത്രി പി.സി. വിഷ്ണുനാഥിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് യോഗം ചേർന്നു. അടുത്ത മാസം 24 മുതൽ 30 വരെയാണ് ഇത്തവണത്തെ ഓണം വാരാഘോഷം സംഘടിപ്പിക്കുന്നത്. ഓണത്തിന്റെ തനത് പാരമ്പര്യവും സംസ്കാരവും വിദേശ ആഭ്യന്തര വിനോദസഞ്ചാരികൾക്ക് മുന്നിൽ പൂർണ്ണമായി എത്തിക്കുന്ന രീതിയിലുള്ള അനുഭവമാക്കിയാകും ഇത്തവണത്തെ ഓണം വാരാഘോഷം സംഘടിപ്പിക്കുക. വിനോദസഞ്ചാരികൾക്ക് പൂക്കളമിടാനും ഓണക്കളികളിൽ പങ്കാളികളാകാനും സദ്യ ആസ്വദിക്കാനും അനുഷ്ഠാന കലാരൂപങ്ങൾ കാണാനുമുള്ള അവസരം ഇത്തവണ ഉറപ്പാക്കും. നിശാഗന്ധിയിൽ 1 മണിക്കൂർ സമയം പടയണി, തെയ്യം, തോൽപ്പാവക്കൂത്ത് തുടങ്ങിയ അനുഷ്ഠാന കലകൾക്ക് വേണ്ടി മാത്രമായി മാറ്റിവെക്കാനും യോഗത്തിൽ തീരുമാനമായി. ആഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നഗരത്തിലെ കവടിയാർ മുതൽ മണക്കാട് വരെയുള്ള പ്രദേശം ഉത്സവ മേഖലയായി പ്രഖ്യാപിക്കും. തിരുവനന്തപുരം അരുവിക്കര നിയോജക മണ്ഡലത്തിലെ സ്കൂളുകളിൽ നിന്നും SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിനായി തിളക്കം 2026 സംഘടിപ്പിച്ചു. മന്ത്രി N. ഷംസുദ്ദീൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. SSLC വിഭാഗത്തിൽ 131 വിദ്യാർത്ഥികൾക്കും +2 വിഭാഗത്തിൽ 126 വിദ്യാർത്ഥികൾക്കും മന്ത്രി പുരസ്കാരം സമ്മാനിച്ചു. G. സ്റ്റീഫൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി നെയ്യാറ്റിൻകര അതിയന്നൂർ സ്മാർട്ട് വില്ലേജ് ഓഫീസ് മന്ദിരം നാടിന് സമർപ്പിച്ചു. ജില്ലാ കളക്ടർ അനുകുമാരി സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേന്ദ്ര സർക്കാരിന്റെ സ്പെഷ്യൽ അസിസ്റ്റൻസ് സ്കീം ഫോർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പദ്ധതിയുടെ ധനസഹായത്തോടെ 45 ലക്ഷം രൂപ ചെലവിലാണ് പുതിയ സ്മാർട്ട് വില്ലേജ് മന്ദിരം പൂർത്തിയാക്കിയത്. പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗത്തിനായിരുന്നു നിർമ്മാണ ചുമതല. ആകെ 954 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള കെട്ടിടത്തിൽ വില്ലേജ് ഓഫീസർ റൂം, റെക്കോർഡ് റൂം, ഓഫീസ് ഹാൾ, വെയിറ്റിംഗ് ഏരിയ, ബാരിയർ ഫ്രീ ടോയ്ലറ്റ്, ഡൈനിങ് ഏരിയ, വാഷ് ഏരിയ, റാമ്പ് എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇലക്ട്രിക് പ്രവൃത്തികൾക്കായി 4 ലക്ഷം രൂപയും ഇലക്ട്രോണിക്സ് പ്രവൃത്തികൾക്കായി 1.50 ലക്ഷം രൂപയും ചെലവായി. ലോഡ് ബിയറിംഗ് സ്ട്രക്ചറായിട്ടാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെയും PN പണിക്കർ ഫൗണ്ടേഷന്റെയും നേതൃത്വത്തിൽ അരുവിക്കര മൈലം ഗവൺമെന്റ് GV രാജ സ്പോർട്സ് സ്കൂളിൽ വായന മാസാചരണം സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ അനുകുമാരി പരിപാടി ഉദ്ഘാടനം ചെയ്തു. വായന മാസാചരണത്തോടനുബന്ധിച്ച് സ്കൂളിൽ സംഘടിപ്പിച്ച വായന മത്സരങ്ങളിൽ വിജയികളായവർക്ക് ജില്ലാ കളക്ടർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വായനയും കരുത്തും എന്ന വിഷയത്തിൽ മാധ്യമപ്രവർത്തകൻ അൻസാർ S. രാജ് കുട്ടികളുമായി സംവദിച്ചു. മന്ത്രി KA തുളസിയെ തിരുവനന്തപുരം തൊളിക്കോട് ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ സെക്രട്ടേറിയറ്റിലെ മന്ത്രിയുടെ ഓഫീസിലെത്തി ആദരിച്ചു. അടുത്തിടെ മന്ത്രി തൊളിക്കോട്, പൊൻപാറ, ചെറുവക്കോണം ഉന്നതികൾ സന്ദർശിക്കുകയും പ്രദേശത്തെ അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. കൂടാതെ തൊളിക്കോട് ഗ്രാമപഞ്ചായത്തിലും പ്രദേശത്തെ അങ്കണവാടി ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിലും മന്ത്രി നേരിട്ടെത്തി പ്രവർത്തനങ്ങൾ വിലയിരുത്തിയിരുന്നു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ടെത്തി മന്ത്രി അന്വേഷിച്ച സാഹചര്യത്തിൽ അതിന് നന്ദി അറിയിച്ചുകൊണ്ടാണ് ഹരിതകർമ്മ സേന അംഗങ്ങൾ സെക്രട്ടേറിയറ്റിലെത്തിയത്. ജില്ലാ വൃത്താന്തം സമാപിച്ചു.